ഡീൽ ആരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിരോധം തീർത്ത CPIM നേതൃത്വം തിരഞ്ഞെടുപ്പ് നേട്ടത്തിനായി തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്നുവെന്ന് CPM പോളിറ്റ് ബ്യൂറോ കുറ്റപ്പെടുത്തി. പിണറായി വിജയനെതിരായ പ്രസ്താവനകളിൽ രാഹുൽ ഗാന്ധിയെയും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയെയും പോളിറ്റ് ബ്യൂറോ വിമർശിച്ചു. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അരവിന്ദ് സൂചിപ്പിച്ചതുപോലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ഡീൽ ആരോപണം തന്നെയാണ്. ഇതിനിപ്പോൾ പോളിറ്റ് ബ്യൂറോയും ഇടപെട്ടിരിക്കുകയാണ്. ഏത് രീതിയിലാണ് ഇതിനെ വിലയിരുത്തുന്നത്? അരവിന്ദിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ അനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം UDF-ന്റെ ഒരു മഹാറാലിയൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ അതിന്റെ ഉദ്ഘാടന സമയത്താണ് ഈ മല്ലികാർജ്ജുൻ ഖർഗെ ഇവിടുത്തെ സംസ്ഥാനത്ത് പല വിഷയങ്ങളാണ് ഉന്നയിച്ചത്. പക്ഷെ അതിൽ ഒരിക്കൽ പോലും ഈ ഡീൽ ഇല്ലെങ്കിൽ BJP എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അരവിന്ദ് വീണ്ടും ചേരുന്നുണ്ട്. അരവിന്ദ്, എങ്ങനെയാണ് CPM പോളിറ്റ് ബ്യൂറോ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിശക്തമായ വിമർശനമാണ് CPM പോളിറ്റ് ബ്യൂറോയുടെ ഭാഗത്ത് നിന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെക്കെതിരെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർന്നിരിക്കുന്നത്. കാരണം കൃത്യമായ ആരോപണങ്ങൾ, അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നുണപ്രചാരണങ്ങളാണ് ഇരു നേതാക്കളും നടത്തിയെന്നാണ് പോളിറ്റ് ബ്യൂറോ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമായും ഈ വർഗീയ ശക്തികൾക്കെതിരെ ഈ കോൺഗ്രസ് പോരാടുന്നു എന്ന ഒരു അവകാശവാദം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ആ അവകാശവാദത്തിൽ നിന്ന് കോൺഗ്രസ് പിന്നോട്ട് പോകുന്നതാണ് ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നതെന്നും ഇപ്പോൾ CPM പോളിറ്റ് ബ്യൂറോ ചൂണ്ടിക്കാണിക്കുന്നു. നമുക്കറിയാം, ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസും അതുപോലെ തന്നെ CPM അടക്കം ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. പക്ഷേ സംസ്ഥാന തലത്തിലേക്ക് എത്തുമ്പോൾ ഈ നേതാക്കളും അതുപോലെ തന്നെ പാർട്ടികളും തമ്മിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി, അന്വേഷണ ഏജൻസികൾ കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടുമ്പോൾ പ്രതികരിക്കുന്ന രാഹുൽ ഗാന്ധി പിണറായി വിജയനെതിരെ എന്തുകൊണ്ട് അന്വേഷണ ഏജൻസികൾ നടപടിയെടുക്കുന്നില്ല എന്ന ചോദ്യം ഉയർത്തുന്നതാണ് CPM പോളിറ്റ് ബ്യൂറോ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുകൂടാതെ തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും മുസ്ലിം ലീഗും അതുപോലെ തന്നെ BJP-യും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം അത് പുറത്തു വന്നുവെന്ന് കൂടി CPM പോളിറ്റ് ബ്യൂറോ ഇപ്പോൾ ആക്രമിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരു നേതാക്കൾക്കുമെതിരെ അതിരൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. ഈ ഡീൽ ആരോപണം വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്ന വേളയിലാണ് ദേശീയ തലത്തിൽ നിന്നുള്ള പ്രതികരണങ്ങൾ കൂടി ഇതിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നത്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ വിഷയങ്ങളൊക്കെ ഏത് രീതിയിലായിരിക്കും പ്രതിഫലിക്കുക എന്ന്, അതായത് പലയിടത്തും ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടുപോരണം എന്നുള്ള ഒരു ഇന്ത്യ മുന്നണിയിൽ എത്തിയത് കൊണ്ട് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളത് CPM-ന് പല ഘട്ടങ്ങളിലും പല സംസ്ഥാനങ്ങളിൽ നിന്നും വിമർശനം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കേരളത്തിലാണ് ഈ ഒരു ഏറ്റവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ CPM-ന് ഏറ്റവും വലിയ ശക്തിയുള്ളത്. അവിടുത്തെ ആ വിഷയം കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയുടെ ഭാവി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ CPM-ന്റെ പ്രാതിനിധ്യം എത്രത്തോളം ഉണ്ടാകും എന്നതടക്കം ഇനി ഒരു വലിയ ചർച്ചാ വിഷയമാകും. അതിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആകുമോ എന്നുള്ളതാണ് ഇനി ഏറ്റവും ഉയർന്നു വരുന്ന ചോദ്യം എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.